ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി. ഫോൺ 8137973856. സീഡ് സൊസൈറ്റിയുടെ വടക്കാഞ്ചേരിയിലെ തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന വാഗ്ദാനം നൽകി 300 കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന സ്വീഡ് സൊസൈറ്റിയുടെ മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും പാവപ്പെട്ട കുടുംബങ്ങളുടെ തട്ടിയെടുത്ത പണം തിരിച്ചു കൊടുക്കുവാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തണമെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിവിധ സൊസൈറ്റികൾ രൂപീകരിച്ചാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന്റെ ഏജന്റുമാർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇതിൽ വിശ്വാസമർപ്പിച്ച വടക്കാഞ്ചേരിയിലെ വിവിധ മേഖലകളിലെ സാധാരണക്കാരായ ആളുകളാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് എന്നും തെക്കുംകര, പുന്നമ്പറമ്പ്, കരിമത്ര എന്നിവിടങ്ങളിലും പലരും വഞ്ചിക്കപ്പെട്ടതിൽ പ്രതിഷേധം അറിയിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. ലാപ്ടോപ്പ്, തയ്യൽ മെഷീനുകൾ ആദ്യം കുറച്ച് വിതരണം ചെയ്യും. പിന്നീട് പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ നൽകുമെന്ന വാഗ്ദാനം നൽകി വലിയ സംഖ്യ പിരിച്ചെടുക്കുകയും കുറച്ചാളുകൾക്ക് മാത്രം സ്കൂട്ടർ നൽകി ബാക്കിയുള്ളവരുടെ പണം തട്ടിയെടുക്കുക എന്നതാണ് രീതി. വിവിധ ഏജൻസികൾ വഴി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പണമിരട്ടിപ്പിക്കൽ തട്ടിപ്പുകൾക്ക് ശേഷം കേരളത്തിൽ നടന്ന സമാന രീതിയിലുള്ള വലിയ തട്ടിപ്പാണ് ഈ തട്ടിപ്പെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ആരോപിച്ചു. CSR ഫണ്ടിന്റെ പേരിൽ കേരളമൊട്ടാകെ ഒരു വ്യാപകമായ തട്ടിപ്പാണ് ഈ 2 ദിവസത്തിനിടയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് വടക്കാഞ്ചേരി പ്രദേശങ്ങളിലും വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. തെക്കുംകരയിലും പുന്നമ്പറമ്പിലും കരിമത്രയിലും സാധാരണക്കാരായ ജനങ്ങളെ ഈ CSR ഫണ്ടിന്റെ പേരിൽ വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പണം ഈടാക്കിക്കൊണ്ട് അതിൽ വഞ്ചിതരായി സാധാരണക്കാരായ കുടുംബങ്ങളിലെ ഗൃഹനാഥന്മാരും അതേപോലെ തന്നെ വനിതകളുമാണ്. ഇത്തരമൊരു തട്ടിപ്പ് ആര് നടത്തിയാലും അത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്. അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഇതിൽ ഉന്നതരായിട്ടുള്ള ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വഞ്ചിതരായി കൊണ്ടാവാം ചില രാഷ്ട്രീയപരമായി തന്നെ ചില വ്യക്തികളും ചില രാഷ്ട്രീയ സംഘടനാ നേതാക്കളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ തെറ്റായ രീതിയിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ തന്നെ മാതൃകാപരമായ ശിക്ഷ വടക്കാഞ്ചേരിയിലെ തന്നെ പോലീസും അതുപോലെ മറ്റുള്ള ഉന്നതാധികാരികളും സ്വീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.